പ്രിയമുള്ളവരെ, ഫെബ്രുവരി 18 മുതൽ 22 വരെ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. വലിയൊരു വചനത്തിൻ്റെ അഭിഷേകമാരിയാണ് ഈ 5 ദിവസങ്ങളിൽ പോട്ടയുടെ മണ്ണിൽ നടക്കുന്നത്. ഒപ്പം വചനം കൊണ്ടുള്ള പുതിയ ഒരു ബന്ധക്കൊസ്തൈ. ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികളാണ് ഈ ഒരു 5 ദിവസം കൊണ്ട് ഈ ഒരു മണ്ണിൽ വന്ന് ആശ്വാസവും രോഗസൗഖ്യങ്ങളുമെല്ലാം നേടാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ ഡിവൈൻ പോട്ട ധ്യാന മിനിസ്ട്രിയിലെ തന്നെ ധ്യാന ഗുരുക്കന്മാരും ഒപ്പം അഭിനന്ദ പിതാക്കന്മാരുമെല്ലാം നേതൃത്വം നൽകുന്ന ഈ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 5 ദിവസങ്ങളിലായി നടക്കുന്ന 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതിനെക്കുറിച്ചും ഈ വർഷത്തെ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് കൂടുതൽ അറിയാം. സ്നേഹമുള്ളവരെ, നമ്മുടെ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ സമയം സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് 1 കൊറിന്തിയോസ് 13:13 സ്നേഹമാണ് സർവ്വോ ഉത്കൃഷ്ടം എന്ന ആപ്തവാക്യമാണ് നമ്മളെടുത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കൺവെൻഷൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവന്ദ്യ പോളി കണ്ണൂക്കാടൻ പിതാവാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ടാവും. സമാപന സന്ദേശമായിട്ട് ചക്കാലക്കൽ പിതാവ് അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സന്തോഷ് കരിമത്തറ ബ്രദർ, ഫാദർ സേവർ ഖാൻ വട്ടായിൽ, വിൻസെഷൻ സഭയിലെ വൈദികരായ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കാമ്പറമ്പിലച്ചൻ, ബഹുമാനപ്പെട്ട പനക്കലച്ചൻ, ബഹുമാനപ്പെട്ട കൊച്ചുമാത്യുച്ചൻ, ബഹുമാനപ്പെട്ട അലക്സ് ചാലങ്ങാടിലച്ചൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, ഞങ്ങൾ ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ പുതുവാച്ചൻ, അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ വല്ലുരാനച്ചൻ, മാത്യു തടത്തിലച്ചൻ, തുടർന്ന വൈദികരുടെ സജീവ സാന്നിധ്യവും ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ രോഗികളായിട്ട് വരുന്നവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്കുള്ള സജ്ജീകരണങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണം, മരുന്ന്, ഡോക്ടേഴ്സ് ഇവരുടെ സേവനം നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്പെഷ്യൽ ബസ്സുകൾ നമ്മൾ KSRTCയുമായിട്ട് സംസാരിച്ച് സ്പെഷ്യൽ ബസ്സുകളും നമുക്ക് പോട്ടാശ്രമത്തിൻ്റെ വശത്തുകൂടെ വരുന്നതാണ്. പോട്ടാശ്രമത്തിൽ വന്ന് KSRTC ബസ്സുകൾ വന്ന് ആൾക്കാരെ എടുത്ത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. കാറിനും മറ്റു വണ്ടികൾക്ക് വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം, ഏകദേശം 2000 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബുധനാഴ്ച 18-ാം തീയതിയാണല്ലോ നമ്മുടെ കൺവെൻഷൻ തുടങ്ങുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയമാണ് നമ്മുടെ കൺവെൻഷൻ സമയം. രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഭക്ഷണമുണ്ട്. മറ്റ് ലഘുഭക്ഷണങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നിപ്പോൾ തിങ്കൾ ചൊവ്വ 2 ദിവസമുണ്ട്. കൂടുതലായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ നോമ്പുകാലം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സുദിനമായി തീരട്ടെ. ഈ നോമ്പിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കൺവെൻഷനിൽ പങ്കെടുത്ത് വലിയ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി പോട്ട ആശ്രമത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെയാണ്: എൻ്റെ മകനെ, എൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി നിനക്ക് ലഭിച്ച ദൈവിക കൃപ ഉജ്ജ്വലിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പരിശുദ്ധാത്മാവിലൂടെ വർഷിച്ച അഗ്നി, തീനാളം, അത് സ്ലീഹന്മാരിലൂടെ ലോകമെങ്ങും കത്തിജ്വലിച്ചു. മാർത്തോമാ സ്ലീഹായിലൂടെ അത് ഭാരതത്തിലും തീ ആളിക്കത്തി. ആ അഗ്നിനാളം വാസ്തവത്തിൽ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാൻ വേണ്ടി തോട്ടകത്ത് 1904 ദേവദാസൻ കാട്ടറത്ത് വർക്കിയച്ചൻ
വലിയ ഒരു സംരംഭം ആരംഭിച്ചു. അതാണ് വിൻസെൻഷൻ സഭ. ഈ സഭയിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ തീനാളം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ജ്വലിപ്പിക്കണം എന്ന് സ്വർഗീയ പിതാവ് നിശ്ചയിച്ചു. പോട്ടയിലെ അച്ഛന്മാരിലേക്ക് ആ ദിവ്യാഗ്നി പരിശുദ്ധാത്മാവിനെ വീണ്ടും ദൈവം വർഷിച്ചു. അങ്ങനെ ആത്മപൂരിതമായ, ആത്മ അഭിഷേകം നിറഞ്ഞ, ആത്മാവിൻ്റെ വരദാനങ്ങൾ നിറഞ്ഞ വൈദികരിലൂടെ ആരംഭിച്ചതാണ് പോട്ട ഡിവൈൻ മിനിസ്ട്രി. അതുപോലെ തന്നെ പോട്ടയിലെ ദേശീയ ബൈബിൾ കൺവെൻഷൻ. ഈ കൺവെൻഷനിലൂടെ ഇന്ന് ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചൊരിഞ്ഞ് മനുഷ്യ മക്കളിൽ സ്വർഗീയ പിതാവിൻ്റെ ചൈതന്യം, ദൈവ ചൈതന്യം നിറയ്ക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുകയാണ്. എല്ലാ മനുഷ്യരിലും തണുത്തുകൊണ്ടിരുന്ന മാനവികതയെ ഈ കൺവെൻഷനിലൂടെ ജ്വലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യരിലും സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ആ സൗഹൃദം ജ്വലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ ലക്ഷ്യം തന്നെ എല്ലാ മനുഷ്യരിലും ദൈവികതയും മാനവികതയും പ്രാപഞ്ചിക സൗഹൃദവും എല്ലാം ജ്വലിപ്പിക്കുക എന്ന് തന്നെയാണ്. പരസ്പര സ്നേഹത്തിൽ, പരസ്പര കൂട്ടായ്മയിൽ, പരസ്പരം പങ്കുവെച്ച്, പരസ്പരം ഭാരങ്ങൾ വഹിച്ച്, പരസ്പരം പ്രത്യാശയിലേക്ക് ഉയർത്തി, പരിശുദ്ധാത്മാവിനെ വർഷിച്ച് എല്ലാ മക്കളിലും ദൈവ ചൈതന്യം ജ്വലിപ്പിക്കണം. അതാണ് ദൈവിക പദ്ധതി. അതിനുവേണ്ടി ഇതാ നാളുകളായി ഇവിടെ തപസ്സും പ്രാർത്ഥനയും പ്രായശ്ചിത്തവും തുടരുകയാണ്. അതുപോലെ തന്നെ കൺവെൻഷൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മളേവരെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തേക്ക് ആകർഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാം. വീണ്ടും പുതിയൊരു പന്തക്കുസ്തായുടെ അഭിഷേകം നമുക്ക് സ്വായത്തമാക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മെ വിളിക്കുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ പക്കലേക്ക് വരാൻ പറ്റുകയില്ല എന്ന വചനം നമുക്ക് അനുസ്മരിക്കാം. ഇതാ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട്. ആത്മപൂരിതരായി, ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് ഇതാ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ബലിയർപ്പിക്കാം, ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കാം, ഒരുമിച്ച് സ്നേഹവിരുന്ന് ആസ്വദിക്കാം. അങ്ങനെ ആദിമ ചൈതന്യത്തിലുള്ള നല്ല ആ സഭയുടെ പൈതൃകം മുഴുവൻ നമുക്ക് വീണ്ടും ഉജ്ജ്വലിപ്പിക്കാം. നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലൂടെ കൃപകളുടെ നീർച്ചാൽ ഒഴുകട്ടെ, കൃപകൾ ഉജ്ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വരിക, കാണുക, ആസ്വദിക്കുക, ആനന്ദിക്കുക, അഭിഷേകവും അനുസരിതയും ഉള്ള ദൈവമക്കളായി മാറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ തന്നെ പ്രഗത്ഭരായ ധ്യാന ഗുരുക്കന്മാർ നയിക്കുന്ന ഈ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ രോഗികൾക്ക് സൗഖ്യവും, തകർന്ന ഹൃദയമുള്ളവർക്ക് ആശ്വാസവും, പാപികൾക്ക് മാനസാന്തരവും നൽകുന്ന 5 ദിവസങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. 37ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലൂടെ ആത്മീയ നവീകരണത്തിൻ്റെ ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് പ്രവേശിക്കാം.